ഹായ് ഫ്രണ്ട്സ്, അധ്യാപന വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് റബ്ബർ ഷീറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് റബ്ബർ ഷീറ്റിന് പൂപ്പൽ പിടിക്കുന്നത്. പിന്നെ നമ്മൾ ഉരച്ച് കഴുകണം. ഭയങ്കര മെനക്കേട് പിടിച്ചൊരു പണിയാണ്. അതിന് പകരമായിട്ട് ഒരു എളുപ്പ പണിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഷീറ്റ് അടിക്കുന്ന മെഷീൻ. ഇത് അച്ചുള്ള മെഷീൻ. ഇത് അച്ചില്ലാത്ത മെഷീൻ. ഇത് നമ്മുടെ പുകപ്പര. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഈ ഷീറ്റിന്റെ പൂപ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കണ്ടോ പൂപ്പല് പറക്കുന്നേ? നമുക്ക് ഈ ഷീറ്റ് ഒന്ന് കഴുകിയാലോ? അതിന് നമുക്കൊരു പാത്രം എടുക്കാം. നമുക്കിനി ഇതിൽ വെള്ളം നിറക്കാം. അയ്യോ, ഞാൻ ഇതിൽ വെള്ളം നിറച്ചേ. കഴുകാനുള്ള ഷീറ്റ് നമുക്ക് എടുത്തിടാം. നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പിടിക്കുന്നില്ല. നമുക്കിത് കുറച്ചു സമയം വെള്ളത്തിൽ മുക്കിയിടാം. കഴുകാനുള്ള എല്ലാ ഷീറ്റുകളും വെള്ളത്തിൽ മുക്കിയിടാം. ഈ പറക്കുന്നെല്ലാം പൂപ്പലാണ്. അത് റെഡിയാകുന്ന സമയത്ത് നമുക്ക് പുകപ്പരന്റെ അടുപ്പ് കാണാം. ഈ അടുപ്പിന് 2 അറകളുണ്ട്. കമ്പിയും കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ അറയിൽ വിറക് എത്തിക്കുമ്പോൾ താഴത്തെ അറയിൽ ചാരം വീഴും. പുകപ്പരയിൽ കത്തിക്കാനുള്ള വിറകുകളെല്ലാം ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. ഈ പുകപ്പുരയിൽ 130 ഷീറ്റുകൾ ഇടാൻ പറ്റും. ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് ആയി. നമുക്കിനി ഈ ഷീറ്റ് എടുത്ത് കഴുകാം. കഴുകുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? ഷീറ്റ് ഇവിടുന്ന് എടുത്തിട്ട് അച്ചില്ലാത്ത ഈ റോളറിൽ കൂടെ
കയറ്റി ഇറക്കും. റോളർ പരമാവധി മുറുക്കിയിടുക. ഒരു പ്രാവശ്യം അടിച്ചു കഴിയുമ്പോൾ തന്നെ പൂപ്പലെല്ലാം പോയിക്കോളും. ഇൻ കേസ് പോയില്ലെങ്കിൽ ഒന്നും കൂടെ കയറ്റിയിട്ടാൽ മതി. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. മെഷീൻ നമുക്ക് കറക്കാൻ പാകത്തുനിന്ന് ടൈറ്റ് ചെയ്യുക. ഓവർ ലൂസും വേണ്ട, ഓവർ ടൈറ്റും വേണ്ട. വെള്ളത്തിൽ മുക്കി വെച്ച ഷീറ്റ് മെഷീനിലൂടെ കടത്തി വിടുക. പൂപ്പൽ വെള്ളത്തിലൂടെ ഇളകി വരുന്നത് കണ്ടോ? ഈ ഷീറ്റിന് ഭയങ്കര പൂപ്പലായിരുന്നു ഉണ്ടായിരുന്നത്. പൂപ്പല് കുറച്ചു പോയി, കുറച്ചും കൂടി പോകാൻ ബാക്കിയുണ്ട്. ഒന്നും കൂടെ വെള്ളത്തിൽ മുക്കി മെഷീനിലൂടെ കടത്തി വിടുക. ഇനി നല്ല വെള്ളത്തിൽ മുക്കി തോരാൻ വെക്കുക. ഒരു ഷീറ്റ് റെഡിയായി. ഇതുപോലെ അടുത്ത ഷീറ്റുകളും ചെയ്യുക. രണ്ടാമത്തെ ഷീറ്റ് റെഡിയായി. അധികം എഫോർട്ട് ഇല്ലാത്ത പണിയല്ലേ? ഈ ഇളകി വരുന്നതെല്ലാം പൂപ്പലാണ്. ഇതുപോലെ ബാക്കിയുള്ള ഷീറ്റുകളെല്ലാം ചെയ്യുക. ഇതുപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഷീറ്റ് ഒന്ന് തോർന്നു കഴിയുമ്പോൾ എടുത്ത് പോപ്പലയിലിടുക. എളുപ്പ വഴിയല്ലേ? കഴുകിയ ഷീറ്റുകളെല്ലാം പോപ്പലയിലിട്ടു. പുക കൊണ്ട് കഴിയുമ്പോൾ ഇത് ഒന്നാന്തര ഗ്രേഡ് ഷീറ്റായി മാറും. പണ്ട് പൂപ്പല പിടിച്ചതെന്ന് പറയേയില്ല. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.